In this video we are going to discuss partition, definition of a partition and a proposition related to partition and equivalence relation. We have the definition. Let S be a set, a collection P of non-empty subsets of S is called a partition of S if each element of S belongs to exactly one of the members of P. That is, we have a set S. Then S ന് ഒരുപാട് സബ്സെറ്റ്സ് ഉണ്ടാവും. അതിൽ നോൺ എംപ്റ്റി സെറ്റ്സിൻ്റെ കളക്ഷൻ, അതായത് എംപ്റ്റി സെറ്റ് എല്ലാ സെറ്റിൻ്റെയും സബ്സെറ്റാണ്. സോ അതിൽ എംപ്റ്റി സെറ്റ് അല്ലാത്ത ബാക്കി സബ്സെറ്റ്സ് ഉണ്ടാവും, അതിൻ്റെ ഒരു കളക്ഷൻ. എല്ലാ സബ്സെറ്റ്സും വേണമെന്നില്ല, അതിൽ കുറച്ച് സബ്സെറ്റ്സുകളുടെ, അല്ലെങ്കിൽ എല്ലാതും വന്നാലും കുഴപ്പമില്ല, കണ്ടീഷൻസ് ഉണ്ട്, അത് പറയുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു കളക്ഷൻ, അതൊരു പാർട്ടീഷൻ ആകണമെങ്കിൽ എസ്സിലെ ഏത് എലമെൻ്റ് എടുത്താലും അത് ഈ സബ്സെറ്റിൻ്റെ പി എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. പി ഇതിൽ ഒരുപാട് സെറ്റുകളുണ്ടാവും, സബ്സെറ്റ്സുകളുണ്ടാവും. എസ്സിലെ ഏത് എലമെൻ്റ് എടുത്താലും അത് പിയിലെ ഏതെങ്കിലും ഒരു സെറ്റിലുണ്ടാകണം. ഏതെങ്കിലും ഒരു സെറ്റിൽ ഉണ്ടായാൽ മാത്രമല്ല എക്സാക്ട്ലി വൺ മെമ്പറിൽ ഉണ്ടാകാൻ പാടുള്ളൂ. അതായത് ഇവിടെ ഏതൊരു, ഇപ്പോൾ നമ്മളൊരു എ എന്ന് പറയുന്ന ഒരു എലമെൻ്റ് എസ്സിലെടുത്താൽ ഈ എ ഇതിലെ ഏതെങ്കിലും ഒരേ ഒരു സെറ്റിൽ നിർബന്ധമായും വന്നിരിക്കണം. ഒറ്റ സെറ്റിൽ മാത്രമേ വരാൻ പാടുള്ളൂ. അതായത് ഇപ്പോൾ നമ്മളൊരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ എസ് ഇസ് ഈക്വൽ ടു സെറ്റ് എ ബി സി. അതിൻ്റെ ഒരു കളക്ഷൻ, സബ്സെറ്റിൻ്റെ ഒരു കളക്ഷൻ നമ്മളെടുത്തു, നോൺ എംപ്റ്റി സബ്സെറ്റ്സിൻ്റെ സിംഗിൾട്ടൺ എ ആൻഡ് സിംഗിൾട്ടൺ ബി സി. സോ ഈ പി ഒരു പാർട്ടീഷൻ ആവുമെന്ന് ചെക്ക് ചെയ്യാൻ എസ്സിലെ എല്ലാ എലമെൻസും, എസ്സിൽ 3 എലമെൻ്റാണുള്ളത്, എ ബി സി, അത് മൂന്നും ഇതിലെ ഏതെങ്കിലും സെറ്റിൽ ഒരൊറ്റ തവണ മാത്രമേ വരാൻ പാടുള്ളൂ. അതായത് എ എന്ന് പറയുന്നത് സിംഗിൾട്ടൺ എയിലുണ്ട്, എ വേറെ എവിടെയെങ്കിലും ഉണ്ടോ നോക്കുക. ബി സി 2 സെറ്റാണ് ഉള്ളത്, എയും ബി സിയും. ബി സിയിലില്ല, ഓക്കെ. ബി എന്ന് പറയുന്നത് ബി സിയിലുണ്ട്, ബി വേറെ ഒരു സെറ്റിലുമില്ല. സി എന്ന് പറയുന്നതും ബി സിയിലുണ്ട്, സി വേറെ സെറ്റിലില്ല. സോ ഇതൊരു പാർട്ടീഷനാണ്. ഇനി നമ്മൾ വേറൊരു മോഡൽ എഴുതിയാൽ സമ്മേഷൻ എ സെറ്റ് എ ബി സി. ഈ എലമെൻസൊക്കെ എസ്സിൻ്റെ സബ്സെറ്റായിരിക്കണം. അപ്പോൾ എ ഒരു സബ്സെറ്റാണ്, എ ബി സി സബ്സെറ്റാണ്. അപ്പോൾ എസ്സിലെ എല്ലാ എലമെൻറ്റും ഇത് P1 P2 കൊടുക്കാം. P2 ഉണ്ടാവണം, ഏതെങ്കിലും ഒരു സെറ്റിലൊക്കെ ആയിട്ടുണ്ടാവണം. അപ്പോൾ എ എന്ന് പറയുന്നത് സിംഗിൾട്ടൺ എ ഇവിടെയുണ്ട്, ഇവിടെയുണ്ട്. ബി എന്ന് പറയുന്നത് ഈ സെറ്റിൽ മാത്രമേ ഉള്ളൂ, സി എന്ന് പറയുന്നതും ഈ സെറ്റിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ ബിയും സിയും ഒരൊറ്റ സെറ്റിലേ ഉള്ളൂ, പക്ഷേ എ എന്ന് പറയുന്നത് 2 സെറ്റിലുണ്ട്. സോ ഇതെന്തല്ല, പാർട്ടീഷനല്ല, എക്സാക്ട്ലി വൺ മെമ്പറിലേ ഉണ്ടാകാൻ പാടുള്ളൂ. അപ്പോൾ അതായത് ഈ പാർട്ടീഷൻ എന്ന് പറഞ്ഞാൽ പാർട്ടീഷനിലെ എലമെൻസിൻ്റെ യൂണിയൻ എടുത്താൽ നമുക്ക് ടോട്ടൽ എസ് കിട്ടും. കാരണം എന്താ, എസ്സിലെ ഓരോ എലമെൻറ്റും ഏതെങ്കിലും ഒരു സെറ്റിലുണ്ടാകും. ഇനി ഇൻ്റർസെക്ഷൻ എടുത്താലോ, എലമെൻസിൻ്റെ ഇൻ്റർസെക്ഷൻ എടുത്താൽ നമുക്ക് എംപ്റ്റി സെറ്റാണ് കിട്ടുക. കാരണം എന്താ, ഓരോ എലമെൻറ്റും ഒരൊറ്റ സെറ്റിൽ മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ. അപ്പോൾ ഇൻ്റർസെക്ഷൻ എംപ്റ്റി ആയിരിക്കും, അതായത് ഡിസ്റ്റോയിൻറ്റ് സെറ്റ്സുകളായിരിക്കും. അപ്പോൾ അതാണ് പാർട്ടീഷൻ എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഈക്വലൻസ് റിലേഷനും ഇക്വലൻസ് ക്ലാസ്സും പഠിച്ചിരുന്നു. ഏതൊരു ഈക്വലൻസ് റിലേഷനും, ഒരു നോൺ എംപ്റ്റി സെറ്റ് എസ്സിൽ ഡിഫൈൻ ചെയ്യുന്ന എനി ഈക്വലൻസ് റിലേഷനും കറസ്പോണ്ടിങ് ആയിട്ട് നമുക്കൊരു പാർട്ടീഷൻ കിട്ടും ഓഫ് ദാറ്റ് സെറ്റ്. ആ സെറ്റിൻ്റെ ഒരു പാർട്ടീഷൻ നമുക്ക് എഴുതാൻ പറ്റും. അപ്പോൾ അതുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു പ്രൊപ്പോസിഷനാണ് എനി പാർട്ടീഷൻ P of the set S determines a unique equivalence relation tilde on S such that P is the factor set S by tilde. അതായത് ഏതൊരു പാർട്ടീഷൻ, എസ് എന്ന് പറയുന്ന സെറ്റിലെ ഏത് പാർട്ടീഷനും കറസ്പോണ്ടിങ് ആയിട്ട് ഒരു യുണീക്ക് ഈക്വലൻസ് റിലേഷൻ ഉണ്ടാവും. ഒരു ഈക്വലൻസ് റിലേഷൻ ഉണ്ടാവും, അത് യുണീക്ക് ആയിരിക്കും. ഒരു പാർട്ടീഷന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരുപാട് ഈക്വലൻസ് റിലേഷൻ ഉണ്ടാവില്ല, ഒരൊറ്റ ഈക്വലൻസ് റിലേഷൻ എന്തായാലും ഉണ്ടായിരിക്കും. ഇക്വലൻസ് റിലേഷൻ ആകുമ്പോൾ കറസ്പോണ്ടിങ് ഇക്വലൻസ് ക്ലാസ് ഉണ്ടാവും. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇക്വലൻസ് ക്ലാസ് എന്ന് പറയുന്നത്, അതായത് എസ് ബൈ ടിൽഡ എന്ന് പറയുന്നത് ആ പാർട്ടീഷൻ തന്നെ ആയിരിക്കും, കളക്ഷൻ ഓഫ് ആൾ ഇക്വലൻസ് ക്ലാസ്. ഇനി കോൺവേഴ്സ്ലി, ഇഫ് ടിൽഡ ഈസ് എനി ഇക്വലൻസ് റിലേഷൻ ഓൺ എസ്, ദെൻ ദ ഫാക്ടർ സെറ്റ് എസ് ബൈ ടിൽഡ ഈസ് എ പാർട്ടീഷൻ ഓഫ് എസ് ദാറ്റ് ഡിറ്റർമിൻസ് ദ ഇക്വലൻസ് റിലേഷൻ ടിൽഡ.
അതായത് ഇത് തിരിച്ചും ശരിയാണ്. ഏതൊരു പാർട്ടീഷനും കറസ്പോണ്ടിങ് ആയിട്ടൊരു യുണീക്ക് ഇക്വലൻസ് റിലേഷൻ ഉണ്ടാവും വിത്ത് ഫാക്ടർ സെറ്റ് ഈക്വൽ ടു പാർട്ടീഷൻ. ഇനി ഏതൊരു പാർട്ടീഷനും കറസ്പോണ്ടിങ് ആയിട്ട് ഏതൊരു ഇക്വലൻസ് റിലേഷനും കറസ്പോണ്ടിങ് ആയിട്ട് പാർട്ടീഷൻ ഉണ്ടാവും. ആ പാർട്ടീഷൻ എന്ന് പറയുന്നത് ഫാക്ടർ സെറ്റ് തന്നെ ആയിരിക്കും. ഫാക്ടർ സെറ്റ് എന്ന് പറഞ്ഞാൽ കളക്ഷൻ ഓഫ് ആൾ ഇക്വലൻസ് ക്ലാസ്. അതിനെയാണ് നമ്മൾ ആ ഇക്വലൻസ് റിലേഷൻ നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുള്ള ഇക്വലൻസ് റിലേഷൻ ഉപയോഗിച്ച് നമ്മളുണ്ടാക്കുന്ന ഇക്വലൻസ് ക്ലാസിൻ്റെ കളക്ഷനെയാണ് ഫാക്ടർ സെറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഏതൊരു പാർട്ടീഷനും കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ഇക്വലൻസ് റിലേഷൻ ഉണ്ടാവും, ഒരു യുണീക്ക് ഇക്വലൻസ് റിലേഷൻ. അതുപോലെ ഏതൊരു ഇക്വലൻസ് റിലേഷന് കറസ്പോണ്ടിങ് ആയിട്ടും ഒരു പാർട്ടീഷനും ഉണ്ടായിരിക്കും. അപ്പോൾ അതിൻ്റെ പ്രൂഫ്, നമ്മളൊരു പാർട്ടീഷൻ കൺസിഡർ ചെയ്യുന്നു. പി ഈക്വൽ ടു സെറ്റ് എ ഐ വേർ എ ഐസ് ആർ എന്തായിരിക്കും? സബ്സെറ്റ് ഓഫ് എസ്. സബ്സെറ്റ് ഓഫ് എസ് എന്ന് പറഞ്ഞാൽ നോൺ എം ടി സബ്സെറ്റ് ഓഫ് എസ്. നോൺ എം ടി സബ്സെറ്റ് വരില്ല, നോൺ എം ടി സബ്സെറ്റ് ഓഫ് എസ് ആണ്. സച്ച് ദാറ്റ് യൂണിയൻ എടുത്താൽ എന്ത് കിട്ടണം? കംപ്ലീറ്റ് എസ് കിട്ടണം ഫോർ എനി ഐ എൻ ജെ. ദെൻ ഫോർ എനി ഐ എൻ ജെ ഐദർ ഐ ഇൻ്റർസെക്ഷൻ എ ജെ എന്തായിരിക്കും? ഒന്നുകിൽ എം ടി സെറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ രണ്ടും ഈക്വൽ ആയിരിക്കും, അല്ലേ? ഡിസ്ജോയിൻ്റ് ആയിരിക്കും. ഇതാണ് ബൈ ഡെഫിനിഷൻ നമുക്ക് കിട്ടുന്ന കാര്യങ്ങൾ. ഇനി നമുക്ക് വേണ്ടത്, നമ്മൾ പാർട്ടീഷൻ എടുത്തു, ഇനി ഈക്വലൻസ് റിലേഷൻ ഉണ്ടെന്ന് പ്രൂവ് ചെയ്യണം. സോ നമുക്കൊരു റിലേഷൻ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നു, അത് ഈക്വലൻ്റ് ആണ് എന്ന്, ഈക്വലൻസ് റിലേഷൻ ആണ് എന്ന് പ്രൂവ് ചെയ്യുന്നു. അപ്പോൾ ഫോർ എനി എ കോമ ബി ബിലോങ്സ് ടു എസ്, എനി ടു എലമെൻറ്റ്സ് ബിലോങ്സ് ടു എസ്, വി ഡിഫൈൻ എ ടിൽഡ ബി ഇഫ് എ ആൻഡ് ബി belongs to A and B belongs to the same element of or the same member of അതിനൊരു പേര് കൊടുക്കാം AK, സെയിം എലമെൻറ്റ് ഓഫ് പി. എയും ബിയും എസ്സിലെ എലമെൻ്റ് ആണ്, അതിൻ്റെ പാർട്ടീഷനാണ് പി എന്ന് നമ്മളെടുത്തു. അപ്പോൾ എ ടിൽഡ ബി ഡിഫൈൻ ചെയ്തുള്ളത് എയും ബിയും ഒരേ എലമെൻറ്റിലെ, ആ പാർട്ടീഷനിൽ കുറേ സെറ്റുകൾ ഉണ്ടാവും, ഒരേ സെറ്റിലെ എലമെൻറ്റ്സ് ആണെങ്കിൽ അവ തമ്മിൽ ടിൽഡ റിലേഷൻ ഉണ്ട് എന്ന് പറയാം. ആ എലമെൻറ്റിന് നമ്മൾ എ കെ എന്ന് വിളിച്ചു ഫോർ സം കെ. ഇനി ഈ റിലേഷൻ ഒരു ഇക്വലൻസ് റിലേഷൻ ആണെന്ന് പ്രൂവ് ചെയ്യണം. റിഫ്ലെക്സിവിറ്റി, സിമ്മട്രി ആൻഡ് ട്രാൻസിറ്റിവിറ്റി. സോ ഫസ്റ്റ് വൺ, വി ടേക്ക് എനി എ ബിലോങ്സ് ടു എസ്. പി ഒരു പാർട്ടീഷനാണ് എസിൻ്റെ, അതുകൊണ്ട് തന്നെ എസ്സിലെ ഏത് എലമെൻ്റ് എടുത്താലും പിയിലെ ഏതെങ്കിലും മെമ്പറിൽ അത് ഉണ്ടാകണം പാർട്ടീഷൻ്റെ ഡെഫിനിഷൻ അനുസരിച്ച്. സോ ദെയർ എക്സിസ്റ്റ് സം എ കെ ഇൻ പി സച്ച് ദാറ്റ് എ ബിലോങ്സ് ടു എ കെ. അപ്പോൾ എ ബിലോങ്സ് ടു എ കെ ആണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? എയും തമ്മിൽ റിലേഷൻ ഉണ്ടെന്ന് പറയാം. കാരണം എ കെയിലാണെങ്കിൽ അടുത്ത എയും സെയിം എ കെയിൽ തന്നെയാണ്. A related to A, that is A is reflexive, the relation tilde is reflexive. Then second one നമ്മൾ കൺസിഡർ ചെയ്യുന്നത് സിമ്മട്രിക് ആണ്. സോ കൺസിഡർ A is related to B. That implies എയും ബിയും എന്താണ്? ബൈ ഡെഫിനിഷൻ സെയിം എലമെൻറ്റിലാണ് എ കെ. ഫോർ സം എ കെ ബിലോങ്സ് ടു പി. അപ്പോൾ എയും ബിയും എ കെയിലാണെന്ന് പറഞ്ഞാൽ നമുക്ക് തിരിച്ചും പറയാം ബിയും എയും എ കെയിലാണ്. That implies by definition B tilde A. That means tilde is symmetric also. Then third one, transitivity ആണ്. ട്രാൻസിറ്റിവിറ്റി ചെക്ക് ചെയ്യാൻ നമ്മൾ 3 എലമെൻ്റ് എടുക്കുന്നു. എ ബി സി ബിലോങ്സ് ടു എസ്. സപ്പോസ് ദാറ്റ് എ ടിൽഡ ബി ആൻഡ് ബി ടിൽഡ സി. എ ടിൽഡ ബി മീൻസ് എ ആൻഡ് ബി ബിലോങ്സ് ടു സം സെയിം എലമെൻറ്റ് എ ഐ എന്നെടുത്തു. ബി ടിൽഡ സി മീൻസ് ബി ആൻഡ് സി ബിലോങ്സ് ടു സം എ ജെ, സെയിം എലമെൻ്റാണ്. സോ ബി എന്ന് പറയുന്നത് എ ഐയിലുണ്ട് എ ജെയിലുണ്ട്. സോ ബി ബിലോങ്സ് ടു എ ഐ ഇൻ്റർസെക്ഷൻ എ ജെ. വി ഹാവ് ബൈ ദ ഡെഫിനിഷൻ ഓഫ് പാർട്ടീഷൻ എ ഐയും എ ജെ ഒക്കെ പാർട്ടീഷനിലെ എലമെൻറ്റ്സ് ആണ്. പാർട്ടീഷൻ്റെ ഡെഫിനിഷൻ അനുസരിച്ച് ഐദർ എ ഐ ഇൻ്റർസെക്ഷൻ എ ജെ ഈക്വൽ ടു എം ടി ഓർ എ ഐ ഈക്വൽ ടു എ ജെ. അപ്പോൾ ഇവിടെ എ ഐ ഇൻ്റർസെക്ഷൻ എ ജെയിൽ ബി ഉണ്ട്, അപ്പോൾ എം ടി അല്ല. അപ്പോൾ പിന്നെ ഏതായിരിക്കണം? എ ഐയും എ ജെയും ഈക്വലായേ പറ്റൂ, എന്നാലേ പാർട്ടീഷൻ്റെ ഡെഫിനിഷൻ സാറ്റിസ്ഫൈ ചെയ്യൂ. സോ എ ഐ ഈക്വൽ ടു എ ജെ. എ ഐ ഈക്വൽ ടു എ ജെ മീൻസ് ഈ റിലേഷൻ എങ്ങനെ എഴുതാം? ആൻഡ് ബി ബിലോങ്സ് ടു എ ഐ ആൻഡ് ബി ആൻഡ് സി ബിലോങ്സ് ടു എ ഐ അല്ലെങ്കിൽ എ ജെ, ഏതെങ്കിലും ഒന്ന് ഫിക്സ് ചെയ്യാം.
സോ എയും ബിയും സിയും എ ഐയിലുണ്ട്. ദാറ്റ് മീൻസ് മൂന്നും എ ഐയിലെ എലമെൻ്റാണ്. സോ വി ക്യാൻ സേ ദാറ്റ് എ ടിൽഡ സി. ഒരേ സെറ്റിലെ എലമെൻ്റ് ആകുമ്പോഴാണ് ഈക്വലൻസ് റിലേഷൻ ഉണ്ടാകുന്നത്. ടിൽഡ റിലേഷൻ ഉണ്ടാകുന്നത്. എ ടിൽഡ സി. സോ എ ടിൽഡ ബി ആൻഡ് ബി ടിൽഡ സി ഇംപ്ലൈസ് എ ടിൽഡ സി. ദാറ്റ് is the transitivity property. That means the tilde relation satisfied the three conditions of equivalence relation: reflexive, symmetry and transitivity. So tilde is an equivalence relation. ഇതൊരു equivalence relation ആണ് എന്ന് കിട്ടും in S-ൽ. Then we have to consider the, അപ്പോൾ ഒരു പാർട്ടീഷൻ എടുത്തു, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്കൊരു ഇക്വലൻസ് റിലേഷൻ കിട്ടുന്നുണ്ട്. ഇനി ഫാക്ടർ സെറ്റ് പാർട്ടീഷൻ തന്നെയാണെന്ന്, അതായത് എസ് ബൈ ടിൽഡ ഈക്വൽ ടു പി തന്നെയാണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ എസ് ബൈ ടിൽഡ ഈക്വൽ ടു പി എന്ന് പ്രൂവ് ചെയ്യാൻ നമ്മൾ എ കെ, പിയിലെ ഒരു എലമെൻ്റ് എടുത്തു. എ കെ, പി എന്ന് പറയുന്നത് പാർട്ടീഷനാണ്. അത് നോൺ എം ടി സബ്സെറ്റുകളുടെ കളക്ഷനാണ്. അതുകൊണ്ട് തന്നെ എ കെ നോൺ എം ടി ആണ്. അതുകൊണ്ട് അതിലൊരു എലമെൻ്റ് ഉണ്ടാവും, എ ബിലോങ്സ് ടു എ കെ ഫോർ സം എ ബിലോങ്സ് ടു എസ്. എസ്സിലുള്ള ഏതെങ്കിലും ഒരു എലമെൻ്റ് അതിലുണ്ടാവും, നോൺ എം ടി ആയതുകൊണ്ട്. ആൾസോ വി കൺസിഡർ ദി equivalence class of A. That's equal to equivalence class of A എന്ന് പറഞ്ഞാൽ by definition set of all x belongs to S such that A നോട് equivalence റിലേഷനുള്ള എല്ലാ എലമെൻസിൻ്റെയും കളക്ഷൻ A is equivalent to X. That means set of all x such that A നോട് equivalent ആവുകയെന്ന് പറഞ്ഞാൽ X is in the same element AK of the partition P as A. A tilde x എന്ന് പറഞ്ഞാൽ ടിൽഡ നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുള്ള എങ്ങനെയാണ്, എയും ബിയും, എ ടിൽഡ ബി എന്ന് പറഞ്ഞാൽ എയും ബിയും സെയിം എലമെൻറ്റിലുണ്ടാവണം. അപ്പോൾ എ ടിൽഡ എക്സ് എന്ന് പറഞ്ഞാൽ എയും എക്സും സെയിം എലമെൻറ്റിലുണ്ടാവണം. അപ്പോൾ എ ഉള്ള എലമെൻറ്റ് എ കെ ആണ്. സോ എക്സും എവിടെ ഉണ്ടാവും, എ കെ ഉണ്ടാവും. അതായത് സെറ്റ് ഓഫ് ആൾ എക്സ്, എല്ലാ എക്സുകളും, അതായത് എ കെയിലുള്ള എല്ലാ എക്സുകളും, ദാറ്റ് മീൻസ് ദ സെറ്റ് എ കെ ഇറ്റ് സെൽഫ്. സോ ദി ഇക്വലൻസ് ക്ലാസ് ഓഫ് എ ഈക്വൽ ടു എ കെ എന്ന് കിട്ടും. ദാറ്റ് മീൻസ് എ എന്ന് പറയുന്നത് എസ്സിലെ ഒരു മെമ്പറാണ്, എ കെ എന്ന് പറയുന്നത് പാർട്ടീഷനിലെ ഒരു മെമ്പറാണ്. അപ്പോൾ ഇങ്ങനെ എസ്സിലെ ഏതൊരു എലമെൻ്റ് എടുത്താലും എന്ത് കിട്ടും, അവയുടെ ഇക്വലൻസ് ക്ലാസ് എന്ന് പറഞ്ഞാൽ ഈ പിയിലെ ഓരോ എലമെൻറ്റുകളും കിട്ടും. എ കെ, എ ഐ, എ ജെ, എ കെ എക്സെട്ര. ദാറ്റ് മീൻസ് എവറി എലമെൻറ്റ് ഓഫ് പി ഈസ് ആൻ ഇക്വലൻസ് ക്ലാസ് ഓഫ് എലമെൻറ്റ്സ് ഇൻ എസ്. പിയിലെ പാർട്ടീഷനിലെ ഏത് എലമെൻ്റ് എടുത്താലും അതൊരു ഇക്വലൻസ് ക്ലാസ് ആവും. ദാറ്റ് മീൻസ് എ കെ ബിലോങ്സ് ടു പി ആണെങ്കിൽ എ കെ ഈക്വൽ ടു എ കെ ഈസ് ആൻ ഇക്വലൻറ്റ് ക്ലാസ്. ഇക്വലൻസ് ക്ലാസ് എന്ന് പറയുമ്പോൾ അവയുടെ കളക്ഷനാണ് എസ് ബൈ ടിൽഡ ഫാക്ടർ സെറ്റ്. ദാറ്റ് മീൻസ് പി ഈസ് എ സബ്സെറ്റ് ഓഫ് എസ് ബൈ ടിൽഡ എന്നെഴുതാം. ഇനി നമുക്ക് പി ഈക്വൽ ടു എസ് ബൈ ടിൽഡ ആണ് വേണ്ടത്. സോ തിരിച്ച് പ്രൂവ് ചെയ്യണം, അവിടുന്ന് ഇങ്ങോട്ടും സബ്സെറ്റ് ആണെന്ന് പ്രൂവ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ എസ് ബൈ ടിൽഡയുടെ ഒരു എലമെൻ്റ് എടുത്തു. എസ് ബൈ ടിൽഡയുടെ എലമെൻറ്റ്സ് എന്ന് പറയുമ്പോൾ അവയൊക്കെ ഇക്വലൻസ് ക്ലാസ് ആയിരിക്കും. അപ്പോൾ എ എന്ന് പറയുന്ന ഒരു മെമ്പർ എടുത്തു, ഇക്വലൻസ് ക്ലാസ് എ ബിലോങ്സ് ടു എസ് ബൈ ടിൽഡ. സപ്പോസ് ദാറ്റ് ലെറ്റ് എ കെ be the unique element of P for which A belongs to AK. അപ്പോൾ ഈ എ ഏതെങ്കിലും ഒരു പാർട്ടീഷനിലെ ഒരു എലമെൻറ്റിൽ ഉണ്ടാവുമല്ലോ, ഏതെങ്കിലും ഒരു യുണീക്ക് എലമെൻറ്റിൽ, എക്സാക്ട്ലി വൺ എലമെൻറ്റിൽ ഉണ്ടാവുമല്ലോ. അപ്പോൾ എ ബിലോങ്സ് ടു എ കെ ആണെന്ന് നമ്മൾ സപ്പോസ് ചെയ്യാം. എ കണ്ടെയ്ൻ ചെയ്തിട്ടുള്ള യുണീക്ക് എലമെൻറ്റ് എ കെ ആണ്. വി ഹാവ് ടു ഷോ ദാറ്റ് ഈ എ കെയും എയും ഈക്വൽ ആണ് എന്ന് പ്രൂവ് ചെയ്യണം. ഇനി അതിന് വേണ്ടിയിട്ട് എക്സ് ബിലോങ്സ് ടു എ കെ എടുത്തു. സബ്സെറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും സബ്സെറ്റ് ആണെന്ന് പ്രൂവ് ചെയ്താൽ മതി. അല്ലെങ്കിൽ എ കെയിലുള്ള ഒരു എലമെൻ്റ് എടുത്താൽ അത് എയിലുണ്ട്, തിരിച്ചിങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഇഫ് ആൻഡ് ഓൺലി പ്രൂവ് ചെയ്താൽ മതി. ലെറ്റ് എക്സ് ബിലോങ്സ് ടു എ കെ, എനി എലമെൻറ്റ് എക്സ് ബിലോങ്സ് ടു എ കെ. ദെൻ ബൈ ഡെഫിനിഷൻ എക്സ് ബിലോങ്സ് ടു എ കെ ആവണമെങ്കിൽ ബൈ ഡെഫിനിഷൻ ഓഫ് ടിൽഡ വി ഹാവ് എക്സ് ഈസ് ടിൽഡ എ. That is A belongs to AK ആണ്. അപ്പോൾ എക്സ് ബിലോങ്സ് ടു എ കെ
means by the definition of the relation tilde x tilde a. അതായത് സെയിം ക്ലാസ്സിൽ വരുമ്പോഴാണ് എ ബിലോങ്സ് ടു എ കെ ആണ്, രണ്ടും സെയിം എലമെൻറ്റിൽ വരുമ്പോഴാണ്, സെയിം മെമ്പറിൽ വരുമ്പോഴാണ് ഈ റിലേഷൻ ഉണ്ടാകുന്നത്. ടിൽഡ എന്ന് പറഞ്ഞ റിലേഷൻ, ദാറ്റ് ഈസ് എക്സ് ടിൽഡ എ എന്ന് പറയാൻ പറ്റും. സോ എക്സ് ടിൽഡ എ ആണെങ്കിൽ എക്സും എയും തമ്മിൽ ഒരു ഈക്വലൻസ് റിലേഷൻ ഉണ്ട്. സോ ബൈ ഡെഫിനിഷൻ ഓഫ് ഈക്വലൻസ് ക്ലാസ് എക്സ് എവിടെ ഉണ്ടാവും? ഈക്വലൻസ് ക്ലാസ് ഓഫ് എയിൽ ഉണ്ടാവും. സോ വി ഗെറ്റ് എ ബിലോങ്സ് ടു എ കെ എന്നെടുത്തു, സോറി എക്സ് ബിലോങ്സ് ടു എ കെ എന്നെടുത്തു, എക്സ് ബിലോങ്സ് ടു എ കെ എന്നെടുത്തു, വി ഗെറ്റ് എക്സ് ബിലോങ്സ് ടു ഇക്വലൻസ് ക്ലാസ് ഓഫ് എ. ഇനി തിരിച്ചെടുക്കുക, എക്സ് ബിലോങ്സ് ടു ഇക്വലൻസ് ക്ലാസ് ഓഫ് എ. എക്സ് ബിലോങ്സ് ടു ഇക്വലൻസ് ക്ലാസ് ഓഫ് എ എന്ന് പറഞ്ഞാൽ എക്സും എയും തമ്മിലൊരു ഇക്വലൻസ് റിലേഷൻ ഉണ്ട്, എക്സ് ടിൽഡ എ. ദാറ്റ് മീൻസ് എക്സ് ബിലോങ്സ് ടു by definition x belongs to the same element of P, that is the partition P, as A. that is എക്സും എയും തമ്മിൽ ഈക്വലൻസ് റിലേഷൻ ഉണ്ടെന്ന് പറഞ്ഞാൽ അതിൻ്റെ മീൻസ് ടിൽഡയുടെ ഡെഫിനിഷൻ അനുസരിച്ച് എക്സും എയും സെയിം എലമെൻറ്റിലാണ്, പാർട്ടീഷനിലുള്ള സെയിം എലമെൻറ്റിലാണ് ഉള്ളത്. ദാറ്റ് ഈസ് എ ഉള്ളത് എവിടെയാണ്? എ കെയിലാണ്. അപ്പോൾ എക്സും എവിടെ ഉണ്ടാവും? എ കെയിലുണ്ടാവും. സോ എക്സ് ബിലോങ്സ് ടു ക്ലാസ് ഓഫ് എ എടുത്തു, എക്സ് ബിലോങ്സ് ടു കെ എന്ന് കിട്ടി. എക്സ് ബിലോങ്സ് ടു ക്ലാസ് ഓഫ് എ ഇംപ്ലൈസ് എക്സ് ബിലോങ്സ് ടു എ കെ. ദാറ്റ് മീൻസ് ഇത് ഈ രണ്ട് റിലേഷനും, ഫസ്റ്റ് റിലേഷൻ സെക്കൻഡ് റിലേഷൻ, നമുക്ക് എന്ത് പറയാം? എക്സ് ബിലോങ്സ് ടു എ കെ ഇഫ് ആൻഡ് ഓൺലി ഇഫ് എക്സ് ബിലോങ്സ് ടു എ എന്ന് പറയാം. ദാറ്റ് മീൻസ് എ കെയിൽ ഉണ്ടാവണമെങ്കിൽ എക്സ് ക്ലാസ് ഓഫ് എയിൽ ഉണ്ടാവണം, തിരിച്ച് ക്ലാസ് ഓഫ് എയിൽ ഉണ്ടെങ്കിൽ എ കെയിലും ഉണ്ടാവും. ദാറ്റ് മീൻസ് എ കെയും ക്ലാസ് ഓഫ് എയും എന്തായിരിക്കും? സെയിം ആയിരിക്കും. എ കെ ഈക്വൽ ടു ക്ലാസ് ഓഫ് എ. സോ ഫസ്റ്റ് നമ്മൾ സപ്പോസ് ചെയ്തത് ക്ലാസ് ഓഫ് എ എന്ന് പറഞ്ഞാൽ ഒരു ഫാക്ടർ സെറ്റിലുണ്ട് എന്നാണ്. അപ്പോൾ ക്ലാസ് ഓഫ് എ എന്ന് പറയുന്നത് ഫാക്ടർ സെറ്റിലുണ്ട്. ദെൻ നമുക്ക് കിട്ടിയിരുന്നു പി സബ്സെറ്റ് ഓഫ് എസ് ബൈ ടിൽഡ എന്ന് കിട്ടിയിരുന്നു. തിരിച്ചാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. എക്സ് ബൈ ടിൽഡ ഇസ് എ സബ്സെറ്റ് ഓഫ് പി, പാർട്ടീഷൻ പി എന്ന് കിട്ടണം. സോ വി ഹാവ് ദ ക്ലാസ് ഓഫ് എ ഇസ് എ എലമെൻറ്റ് ഇൻ ഇക്വലൻസ് ക്ലാസ് ആണ്, അത് ഫാക്ടർ സെറ്റിലെ മെമ്പറാണ്. ക്ലാസ് ഓഫ് എ ബിലോങ്സ് ടു എസ് ബൈ ടിൽഡ, ദെർഫോർ ക്ലാസ് ഓഫ് എ ബിലോങ്സ് ടു പി ആൻഡ് ക്ലാസ് ഓഫ് എ ബിലോങ്സ് ടു പി. ക്ലാസ് ഓഫ് എ ബിലോങ്സ് ടു പി എന്ന് പറയാൻ കാരണം എന്താ? ക്ലാസ് ഓഫ് എ എന്ന് പറഞ്ഞാൽ എ കെ തന്നെയാണ്. എ കെ ഉള്ളത് എവിടെയാണ്? അത് പാർട്ടീഷനിലെ ഒരു മെമ്പറാണ്. ദാറ്റ് മീൻസ് ക്ലാസ് ഓഫ് എ ബിലോങ്സ് ടു പി. നമ്മൾ ക്ലാസ് ഓഫ് എ ബിലോങ്സ് ടു എസ് ബൈ ടിൽഡ എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങിയത്. നൗ വി ഗെറ്റ് ക്ലാസ് ഓഫ് എ ബിലോങ്സ് ടു പി. ദാറ്റ് മീൻസ് എസ് ബൈ ടിൽഡ ഇസ് എ സബ്സെറ്റ് ഓഫ് പി. സോ രണ്ട് റിലേഷൻ, നേരത്തെ തിരിച്ചുള്ള റിലേഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. വി ഗെറ്റ് പി ഈക്വൽ ടു എസ് ബൈ ടിൽഡ. ദാറ്റ് ഈസ് പാർട്ടീഷൻ ഈക്വൽ ടു എസ് ബൈ ടിൽഡ, ഫാക്ടർ സെറ്റാണ്. ദാറ്റ് മീൻസ് ഏതൊരു പാർട്ടീഷനും കറസ്പോണ്ടിങ് ആയിട്ടൊരു ഈക്വലൻസ് റിലേഷൻ ഉണ്ട്, അതിൻ്റെ ഫാക്ടർ സെറ്റ് എന്ന് പറയുന്നത് ആ പാർട്ടീഷൻ തന്നെ ആയിരിക്കും. ദെൻ കോൺവേഴ്സ് പാർട്ട് പ്രൂവ് ചെയ്യണം, അതായത് ഇക്വലൻസ് റിലേഷന് കറസ്പോണ്ടിങ് ആയിട്ട് പാർട്ടീഷൻ എക്സിസ്റ്റ് ചെയ്യുന്നു. വി ഡിഫൈൻ ടിൽഡ ഇസ് എൻ ഇക്വലൻസ് റിലേഷൻ ഓൺ എസ്. നമ്മൾ ഇതിൻ്റെ തൊട്ട് മുമ്പൊരു പ്രൊപ്പോസിഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇക്വലൻസ് ക്ലാസ്സിനെ കുറിച്ച്. അതായത് ഒരു ഇക്വലൻസ് റിലേഷൻ ടിൽഡ ഉണ്ടെങ്കിൽ അതിൻ്റെ ഇക്വലൻസ് ക്ലാസ്സിൽ ആ സെറ്റിലെ എല്ലാ എലമെൻസും എക്സാക്ട്ലി വൺ ഇക്വലൻസ് ക്ലാസ്സിലുണ്ടാകും എന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ അത് തന്നെയാണ് നമ്മുടെ പാർട്ടീഷൻ്റെ ഡെഫിനിഷനും, എക്സാക്ട്ലി വൺ മെമ്പറിൽ ഉണ്ടാകണം. അതുകൊണ്ട് തന്നെ നമുക്കത് ഡയറക്റ്റായിട്ട് പറയാം. ഈ ടിൽഡ ഇസ് എൻ ഇക്വലൻസ് റിലേഷൻ ഓൺ എസ്, ദെൻ ഫ്രം ദി പ്രീവിയസ് പ്രൊപ്പോസിഷൻ ദ ഫാക്ടർ സെറ്റ് എസ് ബൈ ടിൽഡ എന്ന് പറയുമ്പോൾ ഇക്വലൻസ് ക്ലാസിൻ്റെ കളക്ഷനാണ്. അപ്പോൾ ഏതൊരു എലമെൻ്റ് എടുത്താലും എക്സാക്ട്ലി വൺ ഇക്വലൻസ് ക്ലാസ്സിലുണ്ടാവും. ദാറ്റ് മീൻസ് ഏതൊരു എലമെൻ്റ് എടുത്താലും എക്സാക്ട്ലി വൺ ആ ഫാക്ടർ സെറ്റിലുണ്ടാവും, ഏതെങ്കിലും ഒരു മെമ്പറിൽ. ഇക്വലൻസ് ക്ലാസ് എന്ന് പറയുമ്പോൾ ഫാക്ടർ സെറ്റിൻ്റെ മെമ്പറാണ്. ദാറ്റ് മീൻസ് ദാറ്റ് ഫാക്ടർ സെറ്റ് ഇസ് എ പാർട്ടീഷൻ ഓഫ് എസ്. പാർട്ടീഷൻ്റെ ഡെഫിനിഷനും അങ്ങനെ തന്നെയാണ്. ഏതൊരു എലമെൻ്റ് എടുത്താലും അത് എക്സാക്ട്ലി വൺ മെമ്പറിലുണ്ടാവണം.
ഇക്വലൻസ് ക്ലാസ്സിൻ്റെ പ്രൊപ്പോസിഷൻ പറയുന്നത് അങ്ങനെയാണ്, ഏതൊരു എലമെൻ്റ് എടുത്താലും എക്സാക്ട്ലി വൺ ഇക്വലൻസ് ക്ലാസ്സിലുണ്ടാകും. ദാറ്റ് മീൻസ് ദി ഫാക്ടർ സെറ്റ് ഇസ് എ പാർട്ടീഷൻ. അപ്പോൾ പാർട്ടീഷൻ ഇക്വലൻസ് റിലേഷന് കറസ്പോണ്ടിങ് ആയിട്ട് ഇക്വലൻസ് റിലേഷൻ ഉണ്ടാകുമ്പോൾ ഇക്വലൻസ് ക്ലാസ്സുകൾ ഉണ്ടാവും. ഇക്വലൻസ് ക്ലാസ്സിൻ്റെ കളക്ഷനാണ് ഫാക്ടർ സെറ്റ്. അത് തന്നെ ഒരു പാർട്ടീഷനായിട്ട് മാറും. സോ പാർട്ടീഷൻ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇനി അത് നമുക്ക് യുണീക്കാണ് എന്ന് കൂടെ പ്രൂവ് ചെയ്യണം. യുണീക്ക് പാർട്ടീഷൻ എക്സിസ്റ്റ് ചെയ്യുന്നു എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ വേറൊരു ഇക്വലൻസ് റിലേഷൻ ഡിഫൈൻ ചെയ്തു, ഡബിൾ ടിൽഡ എസ്സിൽ. ഇനി ഈ ടിൽഡയും അതുപോലെ ഡബിൾ ടിൽഡയും സെയിം ആണ് എന്ന് പ്രൂവ് ചെയ്താൽ മതി. യുണീക്ക്നെസ് പ്രൂവ് ചെയ്യാനാണ്. രണ്ടെണ്ണം ഉണ്ട് എന്നെടുക്കുന്നു, രണ്ടും സെയിം ആണെന്ന് പ്രൂവ് ചെയ്യുന്നു. ഇറ്റ് ഈസ് എ ഇക്വലൻസ് റിലേഷൻ ഓൺ എസ്. അപ്പോൾ ഡിറ്റർമൈൻഡ് ബൈ ദ പാർട്ടീഷൻ എസ് ബൈ ടിൽഡ എന്ന് പറയുന്ന പാർട്ടീഷൻ ഡിറ്റർമൈൻ ചെയ്യുന്ന ഒരു ഇക്വലൻസ് റിലേഷനാണ് ഡബിൾ ടിൽഡ എന്നെടുത്തു. ദെൻ ഫോർ എനി എ ബി ബിലോങ്സ് ടു എസ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് എ ഡബിൾ ടിൽഡ ബി ഇഫ് ബോത്ത് എ ആൻഡ് ബി ബിലോങ്സ് ടു ദി സെയിം സെറ്റ് ഇൻ ദി പാർട്ടീഷൻ എസ് ബൈ ടിൽഡ. എയും ബിയും എസ് ബൈ ടിൽഡയുടെ സെയിം സെറ്റിൽ, എസ്സിലെ അല്ല, എസ് ബൈ ടിൽഡയുടെ സെയിം ആ ഫാക്ടർ സെറ്റിലെ സെയിം എലമെൻറ്റിലാണെങ്കിൽ ആ പാർട്ടീഷൻ, ആ ഫാക്ടർ സെറ്റ് തന്നെയാണ് പാർട്ടീഷൻ, ആ പാർട്ടീഷൻ്റെ സെയിം എലമെൻറ്റിലുണ്ടെങ്കിൽ, സെയിം സെറ്റിലുണ്ടെങ്കിൽ എയും ബിയും തമ്മിൽ ഡബിൾ ടിൽഡ എന്ന് പറയുന്ന റിലേഷൻ ഉണ്ട്. അപ്പോൾ ഇനി നമ്മൾ സപ്പോസ് ദാറ്റ് എ ടിൽഡ ബി, ദാറ്റ് ഇംപ്ലൈസ് നമുക്കറിയാം എയും ബിയും എന്തിലുണ്ട്, സെയിം ക്ലാസ്സിലുണ്ടാവണം. അപ്പോൾ എയും ബിയും സെയിം ക്ലാസ് എന്ന് പറയുമ്പോൾ എയുടെ ക്ലാസ് എ ആണ്. അപ്പോൾ ഒന്നുകിൽ ക്ലാസ് എയിലുണ്ട് എന്ന് പറയാം, അല്ലെങ്കിൽ ക്ലാസ് ബിയിലുണ്ട് എന്ന് പറയാം. എ ആൻഡ് ബി ബിലോങ്സ് ടു എ എന്ന് പറയാം. ഈ ക്ലാസ് ഇക്വലൻസ് ക്ലാസ് എവിടുത്തെ എലമെൻ്റാണ്, ഫാക്ടർ സെറ്റിലെ എലമെൻ്റാണ്. ദാറ്റ് മീൻസ് നമുക്ക് എന്ത് പറയാം, എ ആൻഡ് ബി ബിലോങ്സ് ടു എസ് ബൈ ടിൽഡ. ഇതെന്താണ്, എയും ബിയും സെയിം ക്ലാസ്, എസ് ബൈ ടിൽഡയുടെ സെയിം ക്ലാസ് ആണെങ്കിൽ എ ഡബിൾ ടിൽഡ ബി ആണ്. എ ഡബിൾ ടിൽഡ ബി, അതായത് ടിൽഡ ഇംപ്ലൈസ് ഡബിൾ ടിൽഡ എന്ന് ഇവിടുന്ന് കിട്ടും. ഇനി തിരിച്ച് പ്രൂവ് ചെയ്യണം, ഡബിൾ ടിൽഡ ഇംപ്ലൈസ് ടിൽഡ. അത് പ്രൂവ് ചെയ്യാൻ നമ്മൾ എ ഡബിൾ ടിൽഡ ബി എന്ന് പറയുന്ന ഡെഫിനിഷൻ സപ്പോസ് ചെയ്യാം. ദാറ്റ് മീൻസ് ബൈ ഡെഫിനിഷൻ എ ആൻഡ് ബി ബിലോങ്സ് ടു സെയിം ക്ലാസ്സിൽ, സെയിം ഇക്വലൻ എസ് ബൈ ടിൽഡയിലെ ഒരേ എലമെൻറ്റിലുണ്ടാവും. നമ്മൾ സം എക്സ് എടുക്കുക, where x belongs to s by tilde. That implies എയും ബിയും സെയിം ഇക്വലൻസ് ക്ലാസ്സിലുണ്ട് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം, എ എക്സിലുണ്ട് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എയും എക്സും തമ്മിൽ ഇക്വലൻസ് റിലേഷൻ ഉണ്ട്. ബി എക്സിലുണ്ട് എന്ന് പറഞ്ഞാൽ ബിയും എക്സും റിലേഷൻ ഉണ്ട്. ദാറ്റ് ഈസ് എ ടിൽഡ എക്സും ആൻഡ് ഈ എസ് ബൈ ടിൽഡയുടെ ആയതുകൊണ്ടാണ് ഇവിടെ ടിൽഡ ഉപയോഗിക്കുന്നത്, ആൻഡ് വി ടിൽഡ എക്സ്. ദാറ്റ് ഇംപ്ലൈസ് എ ടിൽഡ എക്സ്, ഈ ടിൽഡ എന്ന് പറയുന്നത് ഇക്വലൻസ് റിലേഷനാണ്. അപ്പോൾ നമുക്ക് വി ടിൽഡ എക്സിന് നമുക്ക് എക്സ് ടിൽഡ ബി എന്ന് എഴുതാം. ഇനി എ ടിൽഡ എക്സ് ആൻഡ് എക്സ് ടിൽഡ ബി, അപ്പോൾ ടിൽഡ ട്രാൻസിറ്റീവും കൂടിയാണ്. അപ്പോൾ നമുക്ക് എ ടിൽഡ ബി എന്ന് പറയാം. അപ്പോൾ എ ഡബിൾ ടിൽഡ ബി ഇംപ്ലൈസ് എ ടിൽഡ ബി, ദാറ്റ് ഈസ് ഡബിൾ ടിൽഡ ഇംപ്ലൈസ് ടിൽഡ. അപ്പോൾ ഈ റിലേഷൻ ഇവിടെ നിന്ന് കിട്ടി, നേരത്തെ ഒരു റിലേഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ രണ്ടൊന്നും കൂടെ നമുക്കെന്ത് പറയാം, ഫോർ എനി എ ആൻഡ് ബി ബിലോങ്സ് ടു എസ്, എ ടിൽഡ ബി ഇഫ് ആൻഡ് ഓൺലി ഇഫ് എ ഡബിൾ ടിൽഡ ബി എന്ന് പറയാം. എ ടിൽഡ ബി എന്നുള്ള റിലേഷൻ ഉള്ളപ്പോഴെല്ലാം എ ഡബിൾ ടിൽഡ ബി എന്നുള്ള റിലേഷനുണ്ട്, തിരിച്ചുണ്ട്. ദാറ്റ് മീൻസ് ടിൽഡ ആൻഡ് ഡബിൾ ടിൽഡ ആർ ദി സെയിം ഇക്വലൻസ് റിലേഷൻ, രണ്ടും സെയിം തന്നെയാണ് എന്ന് പറയാം. ദാറ്റ് ഇംപ്ലൈസ് നമ്മൾ ഇക്വലൻസ് റിലേഷൻ സപ്പോസ് ചെയ്തു, ദെൻ നമുക്ക് പാർട്ടീഷനായിട്ട് ഫാക്ടർ സെറ്റ് കിട്ടി, അത് യുണീക്ക് ആണെന്നും നമ്മൾ പ്രൂവ് ചെയ്തു. സോ ദാറ്റ് ഈസ് ദി കോൺവേഴ്സ് പാർട്ട്. താങ്ക് യു.